ഉടലവാസം കണ്ണീരേ ഭാരത്തോടെ നീ കഴിക്കുകയോ വന്നുടൻ പാദം വിണ്ണതിലേ ചേരുമേ പാദം വിണ്ണതിലേ ചേരുമേ വരുവി ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകുസനും അഴുകുണങ്ങാതെ മയങ്ങുന്നേ ഉലകമായ അഴകുസനും അഴുകുണങ്ങാതെ മയങ്ങുന്നേ മരണമൊരു നാളുണ്ടിടുമേ മറക്കാതെ പ്രക്ഷോഭമേ മരണമൊരു നാളുണ്ടിടുമേ വരുവി ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വാനത്തിൽ കീഴേ ഭൂമിയിലേ വാനവനേശ്വരാവനേ വാനത്തിൽ കീഴേ ഭൂമിയിലേ വാനവനേശ്വരാവനേ രക്ഷിക്കാൻ മാർഗം വേറെയില്ല രക്ഷകനേശു കൺവഴി രക്ഷിക്കാൻ മാർഗം വേറെയില്ല രക്ഷകനേശു കൺവഴി വരുവി ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേൾക്കുവാ നിത്യജീവൻ നിനക്കേകിടുമേ സത്യവചനം കേൾക്കുവാ നിത്യജീവൻ നിനക്കേകിടുമേ നിന്റെ ജീവ പുസ്തകത്തിൽ എഴുതിടുമേ നിന്റെ ജീവ പുസ്തകത്തിൽ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ഒരു മനുഷ്യ ജീവിതത്തിൽ അറിഞ്ഞെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ധാരാളം അറിവ് പ്രാപിച്ചിട്ടുള്ളവരാണ്. ഈ ലോകത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, നമ്മുടെ അടുത്ത ഗ്രഹങ്ങളെ കുറിച്ച് ഒക്കെ നല്ല അറിവുള്ളവരാണ്. ഇപ്പൊ നമുക്കറിയാം, സുനിത വില്യംസ് എല്ലാം ഇവിടെ ആ സ്പേസിൽ പോയിട്ട് തിരിച്ചു വന്നത്. അപ്പൊ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഭൂമിക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ചിരുന്നില്ല. മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തി ചൊവ്വായിലേക്ക് മനുഷ്യൻ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ മനുഷ്യൻ സകലതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ അറിയാതെ പോയ ഒരു സത്യമുണ്ട്, മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയെ കുറിച്ച്. മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷ എങ്ങനെ ഒരു മനസ്സിനെ കർശമാക്കാൻ കഴിയും?
അത് മനുഷ്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട സന്ദേശമാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കൂടുതൽ ആ സന്ദേശം കർത്താവിന്റെ ബഹുമാനായ ES തോമസ് സാറ് നിങ്ങളോട് സംസാരിക്കും. അതിനായിട്ട് സഹായിക്കും. വിവിധ സ്ഥലങ്ങളിലായി ഈ പട്ടണത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ നാട് എന്നൊക്കെ വിളിക്കപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം ഈ ദിവസങ്ങളിലായി അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഭയാനകമായ ഒരു വിഷയത്തെ സംബന്ധിച്ച്, ഒരു സാമൂഹിക ഗുരുതരമായ പ്രശ്നത്തെ സംബന്ധിച്ച് ഒരു അവബോധനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗമനത്തിന്റെ പ്രഥമമായ ലക്ഷ്യം. നാം എല്ലാവരും അറിയുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതുപോലെ ഈ നാളുകളിലായി വർത്തമാന പത്രങ്ങളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒക്കെ കൂടെ നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മുൻപ് എന്നതേക്കാൾ അധികം അനേക ഭവനങ്ങളിലും മാതാപിതാക്കൾക്ക് വ്യസനഹേതുവായി, സമൂഹത്തിന് ഭയചകിതമായ വിഷയമായി, സ്കൂളുകളിൽ അധ്യാപകർക്ക് തലവേദന വിഷയമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ യുവതലമുറയുടെ ഭയാനകമായിരിക്കുന്ന ഒരു സാഹചര്യം. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും നമ്മുടെ യുവാക്കന്മാർ മുൻപ് എന്നതേക്കാൾ അധികം അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആകസ്മികമായ പല സംഭവങ്ങളും, ദുഃഖകരമായ പല സമയവികാസങ്ങളും നമ്മുടെ സമൂഹത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടായി വരുന്നു. അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ വായിച്ചത്, മദ്യലഹരിയിലും മയക്കുമരുന്നിന്റെ ലഹരിയിലും ഒരു കൗമാര പ്രായക്കാരൻ അദ്ദേഹത്തിന്റെ മാതാവിനെ കൊന്നുകളഞ്ഞു. മറ്റൊരു മാതാവ് തന്റെ മകനെ, ഓമനിച്ചു വളർത്തിയ മകനെ ഒരു നിലയിലും വീട്ടിൽ സഹിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട മകനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിലും ഒരു സ്വസ്ഥത ആ വീട്ടിലുണ്ടാകട്ടെ എന്നവർ ആഗ്രഹിച്ചു. ബംഗളൂരുക്കടുത്താണ് തിരുവനന്തപുരം. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു നല്ല പിതാവ് ബാങ്കിൽ നിന്ന് ലോണെടുത്തും മറ്റ് പല നിലയിലും പണം സ്വരൂപിച്ച് തന്റെ മകനെ ചൈനയിലേക്ക് മെഡിസിൻ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചു. അവിടെ ചെന്ന് കൂട്ടുകെട്ടുകളുണ്ടാക്കി മെഡിസിൻ വിദ്യാഭ്യാസം അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകാതെ ഒഴപ്പിത്തിരിഞ്ഞ് നാട്ടിൽ വന്നു. സ്നേഹനിധിയായ പിതാവ് മകനോട് ചോദിച്ചു, എത്രമാത്രം കഷ്ടപ്പെട്ടും വിയർപ്പ് ഇറക്കി കടബാധ്യത വരുത്തിയും ബാങ്കിൽ നിന്ന് ലോണെടുത്തും മറ്റുമാണ് നിന്നെ ചൈനയിലേക്ക് ഉന്നത വിദ്യാഭ്യാസമായിട്ട് പറഞ്ഞയച്ചത്. എന്ത് കാരണം കൊണ്ടാണ് നീ വിദ്യാഭ്യാസം അഫലമാക്കി മടങ്ങി വന്ന് വീട്ടിലിരിക്കുന്നത് എന്ന് ചോദിച്ചു. ആ മകന് പിതാവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. കയ്യിൽ കിട്ടിയ മോർച്ചയേറിയ വെട്ടുകത്തിയെടുത്ത് സ്വന്തം പിതാവിന്റെ കഴുത്തിൽ ഓങ്ങി ആ സ്നേഹനിധിയായ പിതാവിനെ വെട്ടി കൊലപ്പെടുത്തി ഈ മകൻ അറസ്റ്റിലായി. നിരവധി സംഭവ വികാസങ്ങൾ നമ്മുടെ ഇടയിൽ ഈ നാളുകളിലായി നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കൊല, കുത്തിക്കൊല തുടങ്ങി ആകസ്മികമായ ദുഃഖകരമായ സംഭവ വികാസങ്ങളാണ് എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം? ഈ അസന്തുലിതാവസ്ഥയുടെ അടിസ്ഥാന കാരണം എന്താണ്? സാമൂഹ്യ പരിഷ്കർത്താക്കളായ ആളുകൾ, അതുപോലെ കൗൺസിലിംഗ് സെന്ററിൽപ്പെട്ട ആളുകൾ, വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ മഹാന്മാര്, മനഃശാസ്ത്ര വിദഗ്ധന്മാര്, സാംസ്കാരിക ആചാര്യന്മാര്, ഇവരെല്ലാം നമ്മുടെ യുവതലമുറയ്ക്ക് ആവശ്യമായ ബോധവൽക്കരണം വിവിധ നിലകളിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനേക നാളുകളായി ഈ തലമുറകളെ നന്നായ നിലയിൽ വാർത്തെടുക്കാൻ അവരാൽ ഭഗീരഥ പ്രയത്നം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ സമൂഹം, യുവതലമുറ എന്തുകൊണ്ട് അധപ്പതിച്ചു പോകുന്നു? എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം? ഇതിന്റെ അടിസ്ഥാനപരമായ കാരണത്തെക്കുറിച്ച് ശരിയായ അന്വേഷണം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രശ്നം നിരവധിയാണ്. നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമുക്കൊക്കെ ഒരു 10 പൈസ വണ്ടിക്കൂലിക്ക് വേണ്ടി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ജന്മസ്ഥലത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് മാറി ഇലന്തൂർ ജംഗ്ഷൻ വഴിയായി
ഞാൻ പഠിക്കുന്ന ഹൈസ്കൂളിലേക്ക് പോകുന്ന അന്നത്തെ കാലത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വീട്ടിലുണ്ടായിരുന്നു, KCT, കേരള കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട്. ഇന്നതുകൊണ്ടോ എനിക്കറിയാൻ. അപ്പൊ ആ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി എന്റെ സ്കൂളിലേക്ക് പോകാൻ 10 പൈസയാണ് എനിക്ക് ടിക്കറ്റിന് ആവശ്യമുണ്ടായിരുന്നത്. ആ 10 പൈസയ്ക്ക് എന്റെ വണ്ടിക്കൂലി തരാൻ എന്റെ മാതാപിതാക്കൾ നന്നേ ബുദ്ധിമുട്ടുകയുണ്ട്. കർഷകരായ മാതാപിതാക്കൾക്ക് 10 പൈസ അങ്ങോട്ടും 10 പൈസ ഇങ്ങോട്ടും, ഒരു ദിവസം 20 പൈസയും, ആഴ്ചയിലെ 5 ദിവസത്തേക്ക് ഏതാണ്ട് 1 രൂപയും അത് മുതൽ മുടക്കാനായിട്ട് നിർവാഹമില്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മക്കൾ 6 പേരായി. കാലയൊക്കെ ഉരുണ്ടുമാറി നമ്മുടെ മാതാപിതാക്കളൊക്കെ കഷ്ടപ്പെട്ട് പകലും രാവും അധ്വാനിച്ച് വേണ്ടുവോളം പണമുണ്ടാക്കി ബാങ്കിൽ നിക്ഷേപിച്ചു. മക്കളുടെ പേരിലും ബാങ്കിൽ അക്കൗണ്ടും ATM കാർഡും ഉണ്ടാക്കി കൊടുത്തു. സൗകര്യപ്രദമായി ഞങ്ങൾ അനുഭവിച്ച യാതൊരു ദുഃഖങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കരുത് എന്ന് വെച്ച് സുഖസമർത്ഥമായ ഒരു ജീവിത ബന്ധാവിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ആനയിച്ച് അവർക്ക് ATM കാർഡും അനുബന്ധ സൗകര്യങ്ങളെല്ലാം കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പോക്കറ്റിൽ നിന്ന് പൈസ അവർക്കുണ്ടായി. അപ്പോൾ നമ്മുടെ ബാല്യകാലത്ത് നമുക്കാർക്കും പറഞ്ഞു കേട്ടുകൾ പോലും ഇല്ലാതിരുന്ന അയോഗ്യമായ കൂട്ടുകെട്ടുകൾ കുഞ്ഞുങ്ങൾക്കുണ്ടായി. സംഘം ചേർന്ന കൂട്ടുകാരുമായി കള്ളുഷാപ്പിലും കഞ്ചാവും മലിജ്വനയും അതുപോലെ MDMAയും കിട്ടുന്ന സ്ഥലങ്ങളും അന്വേഷിച്ച് അവർ പല ആളുകളും പലായനം ചെയ്തു. സ്കൂളിൽ പഠിക്കാൻ വിട്ട +2 വിദ്യാർത്ഥി, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ പഞ്ചസാര തരി പോലെയുള്ള വെളുത്ത നിറമുള്ള ഏറ്റവും അതിസൂക്ഷ്മമായ ഒരു രാസവസ്തു, ലഹരി രാസവസ്തു, ആ രാസവസ്തു അവരുടെ സ്നേഹിതൻ മുഖാന്തരമായി രുചിച്ചു നോക്കുവാനായി തുടങ്ങി. അടുത്ത സമയത്താണ് നമ്മുടെ എറണാകുളം ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ മേനോൻ സാർ, അദ്ദേഹം സ്കൂളിൽ കുട്ടികൾക്കായിട്ട് മോട്ടിവേഷൻ ക്ലാസും ഈ കഞ്ചാവിനും മരിജുവാനിക്കും അതുപോലെ MDMAയ്ക്കും അടിമകളായിത്തീർന്ന യുവതലമുറകളുടെ ദുഃഖകരമായ ഭാവിയെ സംബന്ധിച്ച് പരസ്യമായി അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞുങ്ങളോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നാളിതുവരെ MDMAയോ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾക്കോ അടിമപ്പെട്ട ഒരു മനുഷ്യൻ പോലും സമാധാനത്തോടെയും സ്വസ്ഥതയോടും കൂടിയ ഒരു ജീവിതാന്ത്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കം കൊണ്ട് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഭാവിയുടെ മോഹന വാഗ്ദാനമായി തീരേണ്ട ഇവിടുത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള മഹത്തായ സ്ഥാപനങ്ങളിലെ പ്രശസ്തന്മാരായ ശാസ്ത്രജ്ഞന്മാരായി തീരേണ്ട സമൂഹത്തിന് ആതുര സേവന രംഗത്ത് അനുഗ്രഹീതമായ ശുശ്രൂഷകൾ പകരം വയ്ക്കാൻ കഴിയുന്ന മികവുറ്റ ഡോക്ടർമാരായി തീരേണ്ട ചാർട്ടേഡ് അക്കൗണ്ടൻസായി മാറേണ്ട നിരവധി രോഗികളെ 24 മണിക്കൂറും സ്നേഹത്തോട് ശുശ്രൂഷ ചെയ്യുന്ന നേഴ്സസായി മാറേണ്ട എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് ഉന്നതന്മാരായി മസ്തിഷ്ക പ്രബുദ്ധന്മാരായി മാറേണ്ട നമ്മുടെ യുവതലമുറ എന്ത് ചെയ്യുന്നു? അവർ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അവരെ പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അധപ്പതനത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം? ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അതിനെ വിട്ടുമാറുകയില്ല. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് ഞങ്ങൾ ജനിച്ച് ജീവിച്ചു വളർന്ന ജീവിത പശ്ചാത്തലങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ പകലന്തിയോടും പറമ്പിൽ പണി ചെയ്ത് വിയർപ്പൊഴുക്കി അപ്പത്തിനായി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ ആഹാരം തരുന്ന മാത്രമല്ല, ചൊല്ലും കൂടെ തരുമായിരുന്നു. ചൊല്ല് തന്നിട്ടായിരുന്നു ചോറ് തന്നുകൊണ്ടിരുന്നത്. ചൊല്ലും ചോറും തന്ന് ഞങ്ങളെ വളർത്തിയതിന്റെ പ്രയോജനം അവർക്കുമുണ്ടായി, ഞങ്ങൾക്കുമുണ്ടായി. ഒരു പക്ഷേ ഞങ്ങളുടെ ബാല്യകാലം ആ നിലയിൽ മാതാപിതാക്കന്മാർ ഞങ്ങളെ നിർദ്ദേശിച്ച സൽപാതകൾ തിരഞ്ഞെടുത്തല്ലായിരുന്നു ഞങ്ങൾ മുൻപോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളെ ഗുണദർശിക്കുവാൻ ഒരിക്കലും സദാചാര പാത തിരഞ്ഞെടുത്ത് വരുമായിരുന്നില്ല. ഞങ്ങളും പാപത്തിന് നാനാവിധമായ വഴികളിൽ കൂടെ അകപ്പെടുത്തി ജീവിതം ലക്ഷ്യബോധമില്ലാതെ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. ഞങ്ങളുടെ ജീവിത പഴക തകർന്ന് തരിപ്പണമാകുമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കാൻ മുഖാന്തരമായി തീർന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ബാല്യകാലം മുതലേ ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്ന ഒരു ബാല്യജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങൾ ബന്ധപ്പെട്ട സമൂഹവും ഞങ്ങളെ സഹായിച്ചു. മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം മനുഷ്യനെ കൊണ്ട് അവൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യിക്കുന്ന ഒരു പ്രേരക ശക്തി അവനിലുണ്ട് എന്നുള്ളതാണ്. ലോകത്തിലെ ഒരു മനുഷ്യനും 1979 മുതൽ ഇവിടുത്തെ പല ജയിലുകളും സന്ദർശിച്ച് ജയിലിൽ കൂടെ സുവിശേഷം ചെയ്യുന്ന മഹാനായ ഒരു മനുഷ്യന്റെ കൂടെ പല തടവുകാരെയും നേരിൽ കണ്ട് സുവിശേഷം പറയുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്.
പല നിലയിലുള്ള തടവുകാരായ ആളുകൾ, മോഷ്ടാക്കളായ ആളുകൾ, പിടിച്ചുപറിക്കാരായ ആളുകൾ, അടിമണി കേസുകൾ അകപ്പെട്ടു പോയവർ, കത്തിക്കുത്തിൽ ഏർപ്പെട്ടവർ, മറ്റുള്ള ആളുകളെ കൊല്ലുകൊള്ള ആളുകൾ, പിന്നെ മറ്റ് അക്രമാസക്തമായ സ്വഭാവങ്ങൾക്ക് അടിമകളായി തീർന്ന ആളുകൾ, ഇവരുടെ ജയിലിന്റെ വിവരങ്ങളായി സെല്ലുകളിൽ പൂട്ടിയിട്ടിരിക്കുന്നു. അവരോട് പോയി കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള സുവിശേഷത്തിന്റെ പഥ്യവചനം സംസാരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പല ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലായ ഒരു യാഥാർത്ഥ്യം, അവരാരും ജയിലിൽ വന്ന് അടയ്ക്കപ്പെടത്തക്ക നിലയിൽ ആരെയും മോശപ്പെട്ടൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ആളുകളല്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് ഹേതുവായി അവരങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനിടയായി തീർന്നു. മനസ്സോടെയെങ്കിലും അങ്ങനെയുള്ള അതിക്രമ പ്രവൃത്തികൾ അവർ ഭാഗവാദികളായി തീർന്നു. അനന്തരഫലമായി നീതിന്യായ വ്യവസ്ഥ വെച്ചിരിക്കുന്ന നിയമപ്രകാരം അവർ കോടതി വഴിയായി ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. അവരുടെ ജീവപര്യന്തത്തിന് വരെ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിയുന്ന മഹാന്മാരായ ആളുകൾ അവരിൽ പല ആളുകളോട് സംസാരിച്ചപ്പോൾ അവരാരും മനഃപൂർവ്വമായ ഒരാളെ കൊല്ലാൻ വേണ്ടി കുറ്റിയതല്ല എന്നൊരാൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞ അടിമണി കേസിൽ പല കേസുകൾ ചാർജ് ചെയ്യപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. മനഃപൂർവ്വം അല്ല സാറേ, സാഹചര്യം അങ്ങനെയാക്കി. മനുഷ്യൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എന്ന് പറയുന്നൊരു പ്രേരക ശക്തി മനുഷ്യനിൽ മൂഢമൂഢമായി സ്ഥിതി ചെയ്യുന്നു. അത് ഏത് മനുഷ്യനിലുമുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഈ പാപം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചില ആളുകൾ നമ്മുടെ ഈ മാംസ രക്തങ്ങളിലാണ് ഈ പാപം സ്ഥിതി ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, മാംസരക്തങ്ങളിൽ പാപം സ്ഥിതി ചെയ്യുന്നെങ്കിൽ നമ്മുടെ മാംസരക്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ ഒഴുകുന്ന രക്തം മുഴുവൻ ഊറ്റിയെടുത്ത ശേഷം സാമൂഹികപരമായി യാതൊരു തിന്മയിൽ ഏർപ്പെടാതെ സമൂഹത്തിൽ ഇടപെടിക്കുന്ന ജീവിതശൈലിയുള്ള മാന്യമായി ജീവൻ നയിക്കുന്ന, സംശുദ്ധമായി ജീവൻ നയിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ അവരുടെ ഉള്ളിൽ ചെയ്യുന്ന ബ്ലഡ് സമ്പൂർണ്ണമായി നമ്മുടെ ശരീരത്തിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കയറ്റിവിട്ടാലും നമ്മൾ പഴയ പാപപ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. മനുഷ്യന്റെ ഹൃദയമാണ് പാപത്തിന്റെ സ്ഥിരാകേന്ദ്രമെന്ന് ആളുകൾ വിശ്വസിക്കും. ഇപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറിയും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഒക്കെ പ്രബുദ്ധമായ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മെഡിക്കൽ ടെക്നോളജി അത്രമാത്രം അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കച്ചവടത്തിരക്കായി കമ്പോളത്തിൽ സുലഭമായി ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ അവയവവും മാറ്റിവെക്കുക. നിങ്ങൾ ചിന്തിക്കുക, പാപമുള്ള എന്റെ പാപസ്വഭാവത്തിന് മാറ്റം മാറ്റുക. പാപസ്വഭാവത്തിലും പാപത്തിന്റെ അക്രമാസക്തി ഇല്ലാത്തൊരു മനുഷ്യന്റെ ഹൃദയം എനിക്ക് സംഭാവന ചെയ്തിട്ട് മെഡിക്കൽ സയൻസിന്റെ അഡ്വാൻസ്മെന്റിൽ കൂടി എന്റെ ഹൃദയം മാറ്റി ആ നല്ല മനുഷ്യന്റെ ഹൃദയം എന്നിൽ വെച്ചുപിടിപ്പിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിച്ച് എഴുതി വരുമ്പോൾ പാപചിന്തയും പാപത്തിന്റെ ആ അധിനിവേശവും എന്റെ ഹൃദയത്തിൽ ഓളം വിട്ടു. അപ്പൊ വാസ്തവത്തിന്റെ പ്രശ്നം എന്റെ ഹൃദയം മാറ്റി വെച്ചതോ വയ്ക്കാതിരുന്നതോ അല്ല, എന്റെ രക്തം മാറ്റി പുതിയത് കയറ്റാതിരുന്നതോ അല്ല, എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ എന്നെ പോലെ ആകാര പ്രകൃതമുള്ള ഒരു അന്തരാത്മാവിനുണ്ട്. അങ്ങനെ ഒരു അന്തരാത്മാവിനെ എല്ലാ മനുഷ്യരും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനമായി വിശുദ്ധമായി പറയുന്നത്. മഹാനായ എഴുത്തച്ഛൻ പാടുമ്പോൾ അത് ഇപ്രകാരം പറഞ്ഞു: ആഴ്വഞ്ചേരി തമ്പുരാക്കളിലുണ്ട്, അയ്യൻ പുഴയിലുണ്ട്, ആദിത്യയിലുണ്ട്, അണുകവിയിലുമുണ്ട്, അതിന് പരിസരണം എന്ന് പറഞ്ഞാൽ ആഴ്വഞ്ചേരി തമ്പുരാക്കൾക്കും അയ്യൻ പുഴയിലും വിദ്യാസമ്പന്നനായ നമ്മുടെ ഇവിടുത്തെ ISROയുടെ ചീഫ് സയന്റിസ്റ്റായ വ്യക്തിക്കും സാധാരണക്കാരനായി പറമ്പിൽ കൂലിപ്പണി ചെയ്യുന്നൊരു കൂലി തൊഴിലാളിക്കും എല്ലാവർക്കും തുല്യമായി വിലയുള്ള ഒരു അന്തരാത്മാവുണ്ട്. ഈ അന്തരാത്മാവ് പാപത്താൽ മലീമസമാണ്. പാപത്തിന്റെ നൂറമായി കെട്ടുകൊണ്ട് ഈ അന്തരാത്മാവ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആത്മാവ് ബന്ധപ്പെട്ടു നിൽക്കുന്ന ശരീരത്തിൽ പാണ്ഡഭൗതികമായ ഈ ശരീരത്തോടാണ്. അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്ന ഈ അവിനാശിയായ ആ അദൃശ്യമായ ഈ ആന്തരിക ഭാവത്തിന് അധിവസിക്കാനുള്ള ഒരു പ്രപഞ്ചത്തെയാണ് മാംസപേശികളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ബാഹ്യപ്രകൃതമായി കാണിക്കുന്ന ഈ ശരീരത്തെ പോലെ തന്നെ ആകൃതിയുള്ള ഒരന്തരാത്മാവ് ഏത് മനുഷ്യനുമുണ്ട്. ഞാൻ ഈ തിരുവോണത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സുവിശേഷത്തിന്റെ സത്യവചനം പ്രസംഗിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാളെന്റെ നെഞ്ചിന് നേരെ വെല്ലുവിളിക്കൊണ്ട് ഇദ്ദേഹം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരാൾ പറയുന്നു, അദ്ദേഹം ഇന്നയാളാണ്. നിങ്ങൾ വെല്ലുകൊണ്ടത് എന്റെ നെഞ്ചിന് നേരെയാണ്. വാസ്തവത്തിൽ നിങ്ങൾ എന്നെയല്ല വെല്ലുകൊണ്ടത്, എന്റെ നെഞ്ചിന് നേരെയാണ്. എന്റെ നെറ്റിക്ക് നേരെയോ എന്റെ കണ്ണിന് നേരെയോ എന്റെ മൂക്കിന് നേരെയോ എന്റെ ശരീരത്തിലെ ഏത് അവയവങ്ങളുടെ നേരെയോ നിങ്ങൾ വെല്ലുകൊണ്ടിയാൽ അതൊന്നും ഞാനല്ല. ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ ഭാഗ്യ ദൃശ്യങ്ങളാകുന്ന എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ്. പിന്നെ എവിടെയാണ് ഞാൻ? ഈ പറയപ്പെട്ട ഭാഗ്യഭൗതികമായ ശരീരത്തിൽ കുടികൊള്ളുന്ന ഒരു അന്തരാത്മാവ് മനുഷ്യനുണ്ട്. പ്രാചീനകാല സംസ്കാരത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും ഈച്ചല്ലമായി അറിയപ്പെട്ട പുരാതന ഗ്രീസിലെ ഏതൻസിന്റെ തെരുവിൽ അത് ഒരിക്കൽ മഹാനായ മസ്തിഷ്കമല്ലൻ സോക്രട്ടീസ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ഇങ്ങനെ പഠിപ്പിച്ചു:
മനുഷ്യന് അനന്തമായ അവിനാശിയായ ഒരാത്മശ്രദ്ധയുണ്ട്. ഭാഗ്യഭൗതികമായി നിർമ്മിക്കപ്പെട്ട ഈ പഞ്ചഭൂത ശരീരം, ഈ ശരീരം ജീവശ്വാസം ശരീരത്തിനോട് ബഹിർച്ചു കഴിയുമ്പോൾ അത് പഞ്ചഭൂതങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത, നൈനം ദിനം ശസ്ത്രാണി, അസ്ത്രം കൊണ്ട് ഏത് മുഴുവെപ്പിക്കാൻ കഴിയാത്ത, നൈനം ലഹരി പാപക, അതായത് അഗ്നിയിൽ ഇരിച്ച് അമർത്തിക്കളയാൻ കഴിയാത്ത അനശ്വരമായ ഒരു ആത്മാവ് ലോകത്തിലെ ഏത് മനുഷ്യനുമുണ്ട്. ഈ ആത്മാവാണ് വിലയുള്ളതായിട്ടിരിക്കുന്നത്. ഈ ആത്മാവിലാണ് മനുഷ്യന്റെ പാപകന്മക്ഷണി കുടികൊള്ളുന്നത്. ലോകത്തിലെ ഏത് മനുഷ്യനും ഈ ആത്മാവിൽ കുടികൊള്ളുന്ന പാപ സ്വഭാവത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിൽ നമുക്കുണ്ടാകുന്ന മോഹം പ്രാവർത്തികമാക്കപ്പെടുന്നത് ശരീരം കൊണ്ടാണ്. മനുഷ്യൻ മോഷണത്തിനുള്ള പ്രേരണ ആത്മാവിൽ ലഭിക്കുന്നു. അത് നടപ്പിലാക്കുന്നത് നമ്മുടെ കൈകൾ കൊണ്ടാണ്. അത് ശരീരം അത് പ്രാവർത്തികമാക്കുന്നു, അനുസരിക്കുന്നു. കൺമോഹം, ജഡമോഹം, നിയമത്തിന്റെ പ്രതാപങ്ങളെല്ലാം ആത്മാവിന്റെ വൈകൃത സ്വഭാവങ്ങളായി വിശുദ്ധ വേദം പ്രസ്താവിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം ഭൗതികമല്ല, ആത്മീകമാണ്. ദൃശ്യമല്ല, അദൃശ്യമാണ്. അത് ആധ്യാത്മികമായ മനുഷ്യന്റെ പ്രശ്നമാണ്. അവൻ അടിസ്ഥാനപരമായി തന്നെ ആടി ഒളിഞ്ഞ ഒരു അനുഭവത്തിലാണ് ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, അതുകൊണ്ട് മനുഷ്യനെ അവൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുവാൻ, ഇച്ഛിക്കാത്ത കഞ്ചാവ് ഒളിപ്പിക്കുവാൻ, ഇച്ഛിക്കാത്ത മരിക്കുവാനൊരു കച്ചവടം നടത്തുവാൻ, ആഗ്രഹിക്കാത്ത MDMA ഭക്ഷിക്കുവാൻ, ആ മയക്കുമരുന്നിന് അടിമയായി അവനെ തീരുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന, മനുഷ്യനെ ആത്യന്തികമായി കൊലക്കുളത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്ന, മാസ്മരികമായി ഈ പാപചിന്തകൾക്ക് അവനെ അടിമപ്പെടുത്തുന്ന ഒരു അദൃശ്യ പ്രേരക ശക്തി ഏത് മനുഷ്യന് കുടികൊള്ളുന്നുണ്ട്. അതിന്റെ പേരാണ് പാപം എന്ന് പറയുന്നത്. മാനവജാതി ഹിന്ദുവിലെ ജന്മം കൊണ്ടിട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും പാപത്താൽ ഈ ലോകത്തിൽ ജനിക്കപ്പെട്ടവരാണ്. വിശുദ്ധ പറയുന്നു, പാപത്തിൽ എന്റെ അമ്മയെ ഗർഭം ധരിച്ചു. സങ്കീർത്തനങ്ങൾ 51:5. ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മധ്യഭാഗത്തായി മധ്യ പൗരസ്ത്യ ദേശത്തിന് പൊട്ടുപോലെ കാണപ്പെടുന്ന ഒരു സാമ്രാജ്യം, ഒരു രാജ്യം ഇസ്രായേൽ. ഇന്നത്തെ വർത്തമാന പത്രങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വാർത്തയിൽ നിൽക്കുന്ന രാജ്യം. ആ രാജ്യത്തിന്റെ ഭരണകർത്താവായി 40 വർഷക്കാലം ആ രാജ്യത്തെ ഭരിച്ച യെരൂശലേമിലെ അറിയപ്പെട്ട മഹാനായ ദാവീദ് രാജാവ് പറയുകയാണ്, Behold, I was shapen in iniquity. ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇവിടെ ഞാൻ നിന്നുകൊണ്ട് പറയുന്നുവെന്ന് നിങ്ങൾ കരുതുക, ഞാൻ പാപം ചെയ്യാത്ത ഒരാളാണ്, അല്ലെങ്കിൽ പാപം ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. നിശ്ചയമായി നിങ്ങളെ കലറി. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളെപ്പോലെ മാംസവും രക്തവുമുള്ള വികാരങ്ങളും വിചാരങ്ങളുമുള്ള ചിന്തകളും ഭാവനകളുമുള്ള ഒരു മനുഷ്യ പച്ച മാംസത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ ഭാവചേഷ്ടകളും എനിക്കുമുണ്ട്, എനിക്കുള്ള എല്ലാ സ്വഭാവങ്ങളും നിങ്ങൾക്കുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പാപം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഒഴിവുള്ളയാളല്ല. ലോകത്തിലെ ഒരു മനുഷ്യനും അതിൽ ഒഴിവുള്ളയാളല്ല. നിങ്ങൾക്കറിയാമല്ലോ, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന പ്രശസ്തനായ മസ്തിഷ്ക ആചാര്യനായിരുന്നു. ആറ്റോമിക് എനർജിയുടെ പിതാവായി അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹമാണ് ആറ്റോമിക് എനർജിയുടെ അടിസ്ഥാനമായ ES=mc² എന്ന് പറയുന്ന ആപ്തവാക്യം സ്ഥാപിതമാക്കിയത്. അദ്ദേഹം ആണ് ആറ്റം ബോംബിന്റെ നിർമ്മാണത്തിന് അടിസ്ഥാനമായ തത്വം ലോകത്തിന് പ്രദാനം ചെയ്തത്. ഒരിക്കൽ അദ്ദേഹത്തോട് 1,00,000 US ചോദിച്ചു, അല്ലയോ ആൽബർട്ട് ഐൻസ്റ്റീൻ, അങ്ങ് കണ്ടുപിടിച്ച നൂതനമായിരുന്ന ആറ്റം ബോംബിന്റെ ശക്തി കൊണ്ട് മാനവരാശിയെ മുഴുവനായി സംഹരിക്കാനുള്ള ഒരു വിദ്യയല്ലേ അങ്ങ് കണ്ടുപിടിച്ചത്? വാസ്തവത്തിൽ ശാസ്ത്രം മനുഷ്യന്റെ അന്തരനാണോ അതോ രക്ഷകനാണോ? അതിന് അവർ ചോദ്യത്തിന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്, ശാസ്ത്രം ഒരിക്കലും മനുഷ്യനെ കൊല്ലുകയില്ല. ഞാൻ കണ്ടുപിടിച്ച ഈ ആറ്റോമിക് എനർജിയുടെ തത്വം ഒരിക്കലും മാനവരാശിയെ സംഹരിക്കുകയില്ല. എന്നാൽ അതിനേക്കാൾ രൂക്ഷമായിരുന്ന ഒരു ശക്തി ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അവന്റെ അന്തരാത്മാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് പാപം. ആ പ്രേരക ശക്തി മനുഷ്യന്റെ ഹൃദയത്തെ ആറ്റം ബോംബിന്റെ ഭക്ഷണമർത്തുന്നതിലേക്ക് പ്രേരിപ്പിച്ചില്ലായി ആറ്റം ബോംബ് സ്വയമേവ പൊട്ടുകയില്ല, മനുഷ്യൻ സംഹരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. എന്നതേ പറയാറ്, ലോകാരംഭം മുതൽ ഇന്നുവരെ ആറ്റം ബോംബ് സംഹരിച്ച ആളുകൾ എത്രയോ 10,000 മടങ്ങാണ് മനുഷ്യ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പാപം മനുഷ്യനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ യുദ്ധക്കെടുതികൾ ഗാസയിലും അതിന്റെ പ്രദേശങ്ങളിലും മനുഷ്യക്കെടുതികൾ, ഉക്രൈൻ റഷ്യൻ യുദ്ധങ്ങൾ ആരംഭിച്ചത് 3 വർഷം എത്രയോ ജനലക്ഷങ്ങൾ സാധാരണക്കാരായ സിവിലിയൻ ആളുകൾ കാശ്വാസിൽ ഏർപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ഇവരൊക്കെ മണിക്കൂറുകൾ തോറും മരിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, എവിടെയാണ് ഇതിന്റെ കാരണം? അടിസ്ഥാന കാരണം മനുഷ്യന്റെ പാപമാണ്.
മനുഷ്യന്റെ അന്തരാത്മാവിനെ രസിക്കുന്ന ഈ ദുർമോഹം, ഈ പാപം, അതായത് മറ്റുള്ള ആളുകളെ കൂടെ ഉൾക്കൊള്ളാനുള്ള മനുഷ്യന്റെ മനസ്സിലായ്മ, ഇത് എന്തുശുദ്ധമായി മനുഷ്യരുണ്ട്. ഈ പാപ സ്വഭാവം മനുഷ്യനെ നിത്യമായ മരണത്തിലേക്ക് ആനയിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. വിശുദ്ധ പറയുകയാണ്, ഞാനും നിങ്ങളിൽ ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങളിലോ ജോലി ചെയ്താൽ കറക്റ്റ് 30 ദിവസം കഴിഞ്ഞു മാസത്തിന്റെ 1ാമത്തെ ദിവസം നമുക്ക് എന്ന് കിട്ടും, നമ്മുടെ ശമ്പളം കിട്ടും. എന്നാൽ മനസ്സിലാക്കണം, മാസത്തിന്റെ 1ാം ദിവസം ശമ്പളത്തിന് വേണ്ടി നാം അർഹരാകുന്നത് കഴിഞ്ഞ മാസത്തിന്റെ 30 ദിവസങ്ങൾ നമ്മൾ ജോലി ചെയ്തു എന്നുള്ളതാണ്. പ്രിയ സ്നേഹിതരെ, പാപത്തിനും അതിന്റെ നൈതികമായ ശമ്പളമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ബൈബിൾ പറയുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന്. പ്രിയമുള്ളവരെ, മരണം ഈ പ്രപഞ്ചത്തെ ഇന്ന് വരെ കീഴ്പ്പെടുത്തിയുള്ള അതിഭയാനകമായിരുന്ന ഒരു പ്രതിഭാസമാണ്. മരണത്തിന്റെ തണുത്ത കരാള ഹസ്തങ്ങൾക്ക് പിടിപെടാത്ത ഒരു മനുഷ്യന് ഇന്ന് വരെ ലോകജീവിതത്തിലില്ല. മനുഷ്യന്മാരെല്ലാം മരിക്കുന്നു, ഞാനും നിങ്ങളും മരിക്കുന്നു. എന്താണ് ഈ മരണത്തിന്റെ കാരണം? മനുഷ്യന്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് ഏറ്റവും സങ്കീർണമാകുന്ന ഒരു സംവിധാനമാണ്. അടുത്ത കാലത്ത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഒരു ശാസ്ത്രീയ ഗവേഷണം, ആ ശാസ്ത്രീയ ഗവേഷണത്തെക്കുറിച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യ മസ്തിഷ്കത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 മില്യൺ ഗിഗാബൈറ്റ്സ് ആണ്. ഇന്നത്തെ കമ്പ്യൂട്ടർ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന യുവാക്കന്മാർക്ക് അറിയാം എന്താണ് ഗിഗാബൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ റാമിന് സൂക്ഷിക്കാൻ കഴിയുന്ന, മെമ്മറിക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന ഓർമ്മശക്തിയുടെ കമ്പ്യൂട്ടർ വൽകൃത കപ്പാസിറ്റിയാണ് ഗിഗാബൈറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, മനുഷ്യന്റെ മസ്തിഷ്കം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് 300 മില്യൺ. എനിക്കതിന്റെ കണക്കൊന്നും അറിയാൻ വയ്യ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, 80-90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ആയുസ് മുഴുവൻ അവൻ അമ്മയുടെ ഗർഭത്തിൽ ജന്മം കൊണ്ടത് നിമിഷം മുതൽ, അവന്റെ തലച്ചോറ് രൂപീകൃതമായ നിമിഷം മുതൽ മരണത്താൽ ഈ ഭൂമിയെ വിട്ട് അന്ത്യശ്വാസം വിട പറഞ്ഞ് വേർപെടുന്ന നിമിഷം വരെ അവൻ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും നിരൂപിക്കുന്നതുമായ സകല ഇൻഫോർമേഷനും അവന്റെ ഈ മസ്തിഷ്കത്തിൽ സ്റ്റോർ ചെയ്താലും പിന്നെയും മനുഷ്യായുസ് നീട്ടിക്കിട്ടിയാൽ ആ നീട്ടിക്കിട്ടപ്പെട്ട കാലയളവിലുള്ള സകല ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയോടെയാണ് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. 1300 ഗ്രാം തൂക്കമാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ മസ്തിഷ്കം ഉണ്ടായിരുന്ന 1-2 ആളുകളെ കുറിച്ച് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നയാള്. രണ്ടാമത്തെ ആളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയിലെ പ്രശസ്ത നേതാവായിരുന്ന ലെനിൻ. പ്രിയമുള്ളവരെ, എത്രയോ ആളുകൾ ആ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി 2% മുതൽ 3% വരെ ഒരു ശരാശരി മനുഷ്യായുസിൽ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 97% ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ശാസ്ത്രകുതുകിയായ മനുഷ്യൻ കണ്ടെത്താത്ത നേട്ടങ്ങളില്ല, എത്തിപ്പിടിക്കാത്ത നേട്ടങ്ങളില്ല. ശാസ്ത്രത്തിന്റെ 4 വിരൽത്തുമ്പിൽ മനുഷ്യൻ സകലത്തെ ഉൾക്കരിക്കുക. ഇന്ന് നാം ജീവിക്കുന്ന ഇൻഫോർമേഷൻ അറ്റ് ഫിംഗർ ടിപ്സ്, അതായത് വിരലിന്റെ തുമ്പിൽ നമുക്ക് കാര്യങ്ങളെ അറിയാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. വിദൂര രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ഒക്കെ നമ്മുടെ ഗൂഗിൾ കൂടിയൊക്കെ ഒരൊറ്റ പ്രസിംഗിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ തെളിയും. അത്രയധികം സാങ്കേതികമായി നമ്മുടെ ലോകം വികാസം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മസ്തിഷ്കം മറിച്ചിട്ട് ശസ്ത്രക്രിയ ചെയ്യുവാൻ, ശിശുവിന് ജന്മം കൊടുക്കുവാൻ, അപ്പോളോ 11 ബഹിരാകാശ ചക്രത്തിൽ കയറി ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുവാൻ, ചൊവ്വയിലേക്ക് ഉപഗ്രഹങ്ങളെ അയക്കുവാൻ, വ്യാഴത്തിന്റെ ഉപരിതലത്തിലെ മണ്ണിനെ സംബന്ധിച്ചും അതിന്റെ ഘടനകളെ സംബന്ധിച്ചും അവിടുത്തെ ധാതു മൂല്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മമായി അവലോകനം ചെയ്യുവാൻ. എന്തിന് ഞാൻ പറയുന്നു, മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടി രഹസ്യം ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സൃഷ്ടിയുടെ രഹസ്യത്തിന്റെ ചെപ്പാകുന്ന ജനിതക സാങ്കേതിക വിദ്യ വരെ അതിസൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിക്കുവാൻ 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കത്തിന്റെ ഉടമസ്ഥനായ ഈ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ ഇന്നുവരെ പിടികൊടുക്കാത്ത ഒരേ ഒരു മാസ്മരികമായ സത്യം ഈ പ്രപഞ്ചസീമയിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മരണം. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ശാസ്ത്രത്തോട് ചോദിക്കൂ, ശാസ്ത്രം പറയും പ്രകൃതിയുടെ വികൃതിയാണ്. ജനനമുള്ള എല്ലാത്തിനും മരണമുണ്ട്, അവസാനമുണ്ട്. ജനിച്ചോ മരിക്കണം. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. ജനനം മരണം ഇത് രണ്ടും പ്രകൃതിയുടെ വികൃതിയാണ്. അപ്പം നിങ്ങൾ മതങ്ങളോട് ചോദിക്കൂ, അല്ലയോ മതങ്ങളെ, എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? മതങ്ങളല്ല ഈ ചോദ്യത്തിന് മുമ്പാകെ മൗനം പാലിക്കും. എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥം ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ.
വിശുദ്ധ ബൈബിളിലെ എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന തർസോസിലെ പട്ടണത്തിൽ നിന്നുകൊണ്ട് മസ്തിഷ്കമലനായ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം വിളിച്ചു പറഞ്ഞു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. പാപത്തിന്റെ പരിഹാരം വരുത്താത്തിടത്തോളം കാലം മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കും. പാപത്തിൽ മരിച്ചാൽ മനുഷ്യന്റെ ആത്മാവ് നിത്യമായ നരകാഗ്നിയിലേക്ക് പോകും. ഒരു ചരിത്ര സംഭവം കൂടെ, ഒരു കഥ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ അതിപ്രശസ്തമായിരുന്ന ഒരു സർവമത സമ്മേളനം അരങ്ങേറുകയുണ്ടായി. ചരിത്രത്തിലെ ആളുകളിലെ സ്ഥാനം പിടിച്ച ഈ അതിശക്തമാകുന്ന സർവമത സമ്മേളനത്തിന്റെ വിശദീകരണം മുഴുവൻ നമുക്ക് ഗൂഗിളിൽ മറ്റും തപ്പിയാൽ സമൃദ്ധിയായി കിട്ടും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഗൂഗിളിന്റെ സൈറ്റ് എടുത്ത ശേഷം 1893 അമേരിക്കയിലെ ചിക്കാഗോയിലെ സർവമത സമ്മേളനം എന്നടിച്ചു കൊടുത്താൽ മതി. ആ സർവമത സമ്മേളനത്തിൽ ലോകത്തിലെ 243 രാജ്യങ്ങളിലെ മത നേതാക്കന്മാരായ ആളുകളും ഒന്നിച്ചുകൂടിയിരുന്നു. ഇന്ത്യയിൽ നിന്നും ഈ ഹൈന്ദവ മതത്തിന് വേണ്ടി സംസാരിക്കുവാൻ നിയോഗിതനായ വ്യക്തി ബഹുമാനപ്പെട്ട സ്വാമി വിവേകാനന്ദനായിരുന്നു. അദ്ദേഹത്തിന് നൽകപ്പെട്ട സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഭാഷാ സ്വാധീനതയുടെ ഉത്തുംഗതയിൽ നിന്ന് അദ്ദേഹം സംസ്കൃത പണ്ഡിതനും ആംഗലേയ ഭാഷാ പണ്ഡിതനുമായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ തനി യൗവനത്തിൽ അദ്ദേഹത്തിന്റെ സിരയിലൂടെ രക്തത്തിന്റെ ചൂടിൽ അദ്ദേഹം നിന്നുകൊണ്ട് ആർഷിക ഭാഗത്തിലെ ഹൈന്ദവ മതത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വാചാലമായി അദ്ദേഹം സംസാരിക്കും. ആ നാനാത്വത്തിൽ ഏകത്വത്തിൽ നാനാത്വമുള്ള ഈ മഹാസാംസ്കാരികത ഉൾക്കൊള്ളുന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉത്തുംഗതയെ സംബന്ധിച്ച് മഹാനായ ഈ മാന്യദേഹം സംസാരിക്കുമ്പോൾ, വിവേകാനന്ദൻ സംസാരിക്കുമ്പോൾ സർവമത സമ്മേളന സദസ്സ് മുഴുവൻ ശാന്തമായി. പ്രശാന്തമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം തന്റെ വാഗ്ദോഹങ്ങൾ കൊണ്ട് പ്രസംഗത്തിൽ മുന്നേറി. സകല ആളുകളുടെയും കണ്ണുകൾ സ്വാമി വിവേകാനന്ദ മുഖത്തേക്കായി. അദ്ദേഹം അചഞ്ചലമായി ഹൈന്ദവ മതത്തിന്റെ ഉത്കൃഷ്ടയെ സംബന്ധിച്ച് ഏതാണ്ട് 1.5 മണിക്കൂർ സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് സംസാരിക്കാൻ രംഗത്ത് വരേണ്ടത് ക്രൈസ്തവ മതത്തിന്റെ പ്രതിനിധിയായി സംസാരിക്കേണ്ട മാനദേഹമായിരുന്നു. പക്ഷേ സ്വാമി വിവേകാനന്ദന്റെ വാചാലിന് മുമ്പാകെ അടിയറവ് പറഞ്ഞ ഈ ക്രൈസ്തവ മത നേതാവ് സംസാരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറി. അല്പമായ മൂകത സദസ്സ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ സർവമത സമ്മേളനത്തിലെ മഹാമത നേതാക്കന്മാരുടെ പ്രസംഗങ്ങളുടെ ചാതുര്യം കേൾക്കുവാൻ കടന്നു വരുന്ന മഹാന്മാരുടെ കൂട്ടത്തിലെ ഒരു സാധാരണക്കാരനായിരുന്ന മധ്യവയസ്കൻ, ഒരു സാധാരണ ക്രിസ്ത്യാനിയായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സർവമത സദസ്സിന്റെ അധ്യക്ഷനോട് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, അല്ലയോ മാന്യ സ്നേഹിത, ഈ ക്രൈസ്തവ മതത്തിന് വേണ്ടി സംസാരിക്കാൻ നിയുക്തനായിരുന്ന വ്യക്തി പിന്മാറിയല്ലോ, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് 10 മിനിറ്റ് സംസാരിക്കാൻ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവാദം കൊടുത്തു. അദ്ദേഹം സ്റ്റേജിൽ കയറി ഇപ്രകാരം ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. ലോകപ്രശസ്തനായ ആംഗലേയ സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്തമാകുന്ന മാക്ബെത്ത് എന്ന് പറയുന്ന നാടകം, മാക്ബെത്തിനകത്തെ നാടകത്തിലെ കഥാപാത്രങ്ങളായ ഡങ്കൻ രാജാവ് സ്കോട്ട്ലൻഡിന്റെ രാജാവാണ്. മാക്ബെത്ത് അദ്ദേഹത്തിന്റെ മിലിറ്ററി ജനറലും അദ്ദേഹത്തിന്റെ മന്ത്രിയുമാണ്. മാക്ബെത്ത് ജനറലാകുന്ന മാക്ബെത്ത് ഡങ്കൻ രാജാവിനെ തന്റെ അരമനയിലേക്ക് ഒരു മഹാസദ്യയ്ക്കായി ഒരു ദിവസം ക്ഷണിക്കുന്നു. അങ്ങനെ സ്കോട്ട്ലൻഡിന്റെ രാജാവായിരുന്ന ഡങ്കൻ രാത്രിയിലെ അത്താഴ സദ്യയ്ക്കായി മന്ത്രിയായിരുന്ന മാക്ബെത്തിന്റെ വസതിയിലേക്ക് വരുന്നു. അദ്ദേഹം ആ വസതിയിൽ വന്നു. രാജാവ് നിലയിൽ അദ്ദേഹത്തിന് രാജകീയമായ വരവേൽപ്പ് നൽകി. അദ്ദേഹത്തിന് അത്താഴ സദ്യ ബഹുഗംഭീരം മാക്ബെത്ത് ഒരുക്കി, മിസസ് മാക്ബെത്ത് ഒരുക്കി. അങ്ങനെ അത്താഴം കഴിഞ്ഞ ശേഷം മാക്ബെത്തിന്റെ പള്ളിയറയിൽ ആ രാത്രി നിദ്ര കൊള്ളുവാൻ രാജാവിനെ മാക്ബെത്തും മിസസ് മാക്ബെത്തും നിർബന്ധിച്ചു. അദ്ദേഹം പള്ളിയറയിലേക്ക് ഉറങ്ങാൻ കയറി പ്രശാന്ത വദനനായി അദ്ദേഹം തന്റെ കിടക്കയിൽ നീണ്ടു കിടക്കുമ്പോൾ ഉറക്കത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് ഓടുന്നിറങ്ങുമ്പോൾ മാക്ബെത്തിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ ഒരു ദുരാലോചന. അവൾ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, മാക്ബെത്തെ, സ്കോട്ട്ലൻഡിന്റെ രാജാവാകുന്ന ഡങ്കൻ ഇന്ന് രാത്രിയിൽ നിന്റെ പള്ളിയറയിൽ നിദ്ര കൊള്ളുന്നു. നോക്കൂ, അവന്റെ മുഖത്തേക്ക്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിദ്രയിൽ അവൻ അമർന്നിരിക്കുന്നു. നിന്റെ മിന്നെ തിളങ്ങുന്ന ഖഡ്ഗമെടുത്ത് മാക്ബെത്തിന്റെ കഴുത്ത് ഛേദിച്ചു കളയുക. നാളെ രാവിലെ സ്കോട്ട്ലൻഡ് നിന്റെ കയ്യിലായിരിക്കും. സ്കോട്ട്ലൻഡിന്റെ രാജാവ് നീയായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം മിന്നെ തിളങ്ങുന്ന ഖഡ്ഗവുമായി മാക്ബെത്ത് ശാന്തമായി കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ ബെഡിന്റെ സമീപേ കയ്യിൽ ഊരിപ്പിടിച്ച വാള് ഉയർത്തി അദ്ദേഹം നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈയെ ആലിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി. പിന്നാമ്പുറത്ത് വന്ന് ഡങ്കൻ രാജാവിനെ വെട്ടുവാൻ മടി കാണിച്ചുകൊണ്ട് ആലിലെ പോലെ വിറയ്ക്കുന്ന കൈകളുമായി നിൽക്കുന്ന ജനലിനെ കണ്ട് ഭാര്യ പരിഹാസോട് ചോദിച്ചു, അല്ലയോ മാക്ബെത്തെ, നീ എന്തിനു സംശയിക്കണം?
എടുക്കുന്നതിന്റെ വാൾ തൊടുക്കൂ അവന്റെ കഴുത്തിൽ, വെട്ടിമുറിക്കൂ അവന്റെ ശിരസ്, നാളെ രാവിലെ സ്കോട്ട്ലൻഡ് നിന്റെ കയ്യിൽ എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോട് മഹാനായ മാക്ബത്ത് ഡങ്കൻ രാജാവിന്റെ കഴുത്ത് മിന്നെ തിളങ്ങുന്ന കണ്ണുകൊണ്ട് ഛേദിച്ചു. നിമിഷങ്ങൾക്കകം മാക്ബത്ത് ഡങ്കനെ കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ ഹൃദയം ഞെട്ടാൻ തുടങ്ങി, കൈകാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി, എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിവില്ലാതെയായി. ഈ അബദ്ധം ചെയ്തു അദ്ദേഹം ചിന്തിച്ചു, സ്കോട്ട്ലൻഡിന്റെ മഹാരാജാവ് മരിച്ചെന്റെ പള്ളിയേറിട്ട് നിദ്ര കൊണ്ട് ഉറങ്ങുന്നു. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ സ്കോട്ട്ലൻഡ് മുഴുവനറിയും, ലോകം മുഴുവനറിയും മന്ത്രിയായ മാക്ബത്തിന്റെ കിടക്കറയിൽ മഹാനായ ഡങ്കൻ രാജാവ് മൃതിയടഞ്ഞ് കൊല്ലപ്പെട്ട് കിടക്കുന്നു. കുറ്റം എന്റെ മേൽ വരും. അദ്ദേഹം തന്റെ മുറിയിലേക്ക് എന്നിട്ട് രണ്ട് കൈകളും അദ്ദേഹം അന്തരീക്ഷത്തിലേക്ക് വിടർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ മാന്യ മഹാസുഹൃത്തുക്കളെ, സ്നേഹിതരെ,